സോ ഗൈസ് വാട്സ്ആപ്പ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മച്ചൂസ് ഗെയിമിംഗ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൈൻക്രാഫ്റ്റാണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് വീണ്ടും ലെസ് പ്ലേയിലാണ്. ഏതെങ്കിലും കൂട്ടുകാരന്മാർ ലെസ് പ്ലേ പോലും മിനി വേൾഡാണ്. ഏതെങ്കിലും കൂട്ടുകാരന്മാർ ചാനൽ സബ് ചെയ്യാത്തതിന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയറും ചെയ്യുക. അപ്പോൾ ഗൈസ്, കഴിഞ്ഞ ദിവസം നമ്മൾ ബ്രീഡിങ് ഫാം ഉണ്ടാക്കിയായിരുന്നു. ഈ ബ്രീഡിങ് ഫാമിൻ്റെ എന്താണ് ഫുൾ പരിപാടി തീർത്തിട്ട് നമ്മൾ ഇന്ന് ഇവിടുന്ന് ഗൈസ്, അത് പുറത്തുള്ളതാട്ടോ, തെറ്റിയിരിക്കേണ്ട, പുറത്തുള്ളതാണ്. ആ ഒരു രീതിയിലും പോകേണ്ടതല്ല. കർത്താവ് ഉള്ളിൽ ഗ്ലാസ് വെച്ചില്ലേ, ഗ്ലാസ് വെച്ച് കണ്ടു ഗൈസ്, കണ്ടോ ഒരു നമ്മുടെ വന്നും കിടക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ റൂം ഒന്ന് സെറ്റാക്കി വെക്കാൻ കരുതി. ഈ റൂം സെറ്റാക്കി കഴിഞ്ഞാലാണല്ലോ രസം ഉണ്ടാവുക, ഏത് മനസ്സിലായില്ലേ? അപ്പോൾ അതിനുള്ള പരിപാടിക്കാണ് ഞാൻ വന്നത്. അപ്പോൾ അത് വെച്ചാൽ ഞാൻ സാധനങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടുവച്ചു. ഏത് നേരവും ഒരു പൊട്ടത്തരം ഉണ്ടാവുമല്ലോ. ഓക്കെ, ഒരു ദിവസമെങ്കിലും ഒരു വീഡിയോയിലെങ്കിലും പൊട്ടത്തരം ചെയ്യാതെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല ഗൈസ്. സ്വാഭാവികം, ചെയ്തില്ലെങ്കിലേ അതിശയുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇതെന്താ സ്പീഡിൽ പാത്ത നാമിനെ തൃപ്തിയായിരിക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇപ്പം തകർപ്പനായില്ലേ പയ്യപ്പോടെ. ഓക്കെ, നമുക്ക് വേണ്ടത് അപ്പോൾ വെച്ചാൽ വുഡില്ല. ഈ വുഡല്ല ഗൈസ് നമുക്ക് വേണ്ട. നമ്മൾ മറ്റേ പൊക്കത്ത് കൊണ്ടുവന്ന ആ തീം തന്നെ ഉള്ളിലും കൊണ്ടുവരാനാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കോബിൾ സ്റ്റോൺ ഉണ്ട്, കോബിൾ സ്റ്റോൺ എടുത്തേക്കാം. പിന്നെ സ്റ്റെപ്പ് വേണ്ട ഗൈസ്, നമ്മൾ കോബിൾ സ്റ്റോൺ സ്റ്റെപ്പാണ് വെക്കുന്നത്. അത് വെച്ചാൽ പറയാം, അതാണ് വെക്കുന്നത്. നമുക്ക് ഇച്ചിരി വുഡ് മൈനിങ്ങിന് വേണം. വുഡ് മൈനിങ്ങിനായിട്ട് ഇവിടെ എവിടെയായിരുന്നേ നമ്മൾ അന്ന് വുഡ് മൈനിങ്ങിന് പോയി. അത് അവിടെ ഒരു വുഡ് മൈനിങ് വുഡ് കാണുന്നുണ്ട്, വുഡ്. അപ്പോൾ ഗൈസ്, നമ്മൾ അവിടെ പോയി വുഡ് എടുക്കാം. ഇവിടെ ലൈറ്റ് ആൻഡ് റോഡ് ഉണ്ടാക്കാനുള്ള സംഭവം ഉണ്ട് കേട്ടോ. നമ്മുടെ ഇതിനെന്താ പറയുക, ഹോപ്പറാണോ ഹോപ്പറല്ല, ഹോപ്പർ മറ്റല്ലേ, കോപ്പറാണ് ഗൈസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഹോപ്പർ നമുക്ക് എടുക്കണം. ഗൈസ്, ചാനൽ ഏതെങ്കിലും കൂട്ടുകാരന്മാർ ചാനൽ സബ് ചെയ്യാത്തന്നെ സബ് ചെയ്യാം കേട്ടോ, ഒന്നും കൂടെ നമ്മൾ പറഞ്ഞേക്കാം. ഓക്കെ, അപ്പോൾ പിന്നെ ലൈക്ക് ചെയ്യുക. ലൈക്ക് ഭയങ്കര കുറവാണ് എൻ്റെ പൊന്നടവേ, ഒരു ലൈക്കൊക്കെ കിട്ടുന്നത്. അത് എന്തുവാ ഇത്, ഇങ്ങനെ ലൈക്ക് കിട്ടിയാൽ എങ്ങനെയാണ് മക്കളെ ശരിയാവുക? നമ്മൾ ജീവിച്ച് പോകണ്ടേ നമുക്ക്? ഗൈസ്, എങ്ങനെയെങ്കിലുമൊക്കെ ലൈക്ക് അടിക്കാട്ടെ ഗൈസ്. ലൈക്ക് അടിക്കുന്നതിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന പോലെ ലൈക്ക് അടിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല, ഒന്ന് നെക്കി കൊടുക്കേണ്ട അത്യാവശ്യമേ ഉള്ളൂ. പറ്റുന്നവരൊക്കെ ലൈക്ക് അടിക്കുക, പറ്റുന്നവരല്ല എല്ലാവരും അടിക്കണം. അങ്ങനെയൊക്കെ ശരിയല്ലല്ലോ, എല്ലാവരും അടിക്കണം ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കണം. ഓക്കെ, പിന്നെ ഡിസ്കോഡ് എനിക്കുണ്ട് കേട്ടോ. ഏതോ ഒരു വീഡിയോ ചോദിച്ച ഡിസ്കോഡ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചത്, അത് ഇപ്പോഴാണ് കണ്ട ഞാൻ കാണുന്നത് ഗൈസ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഡിസ്കോഡ് ഉണ്ട്, മച്ചൂസ് ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡിസ്കോഡിൻ്റെ നെയിം കിടക്കുന്നത്. അപ്പോൾ ഇൻവൈറ്റ് ഇട്ടാൽ മതി, ഞാൻ കണ്ടോളാം. ഇൻവൈറ്റ് തന്നെ ഇല്ലേ, അതായത് ഇൻവൈറ്റ് ഇട്ടാൽ മതി, ഞാൻ കണ്ടോളാം. ഓക്കെ, ഇവിടെ പംകിൻ ഉണ്ട്, നമ്മൾക്ക് പംകിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. എന്താണെങ്കിലും മരം വെട്ടാൻ വന്നപ്പോൾ പംകിൻ കിട്ടി. ഇനി നമുക്കൊരു മെലൺ കിട്ടണം. നമുക്ക് അതിൻ്റെയൊക്കെ ചെറിയ ഫാമും ഉണ്ടെങ്കിൽ വലിയ ഉപകാരമാട്ടോ. കാരണം വെച്ചാൽ നമുക്ക് ട്രേഡിങ് ടൈമിങ് വരുമ്പോൾ ഇതേപോലത്തെ സംഭവങ്ങൾ വെച്ചിട്ട് കുറേ എമറാൾഡ് ഒപ്പിക്കാൻ പറ്റും, അതിനു വേണ്ടിയാണ്. ഓക്കെ, നമ്മൾ ഗോൾഡൻ ക്യാരറ്റിലേക്കൊക്കെ മാറണമെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും ഗൈസ്. അപ്പോൾ അതും കൂടെ ഒന്ന് എടുത്തേക്കട്ടെ ഗൈസ്. പിന്നെന്തുവാ, പിന്നെ ഹോം ഉണ്ടാക്കാൻ പറഞ്ഞാൽ അത് നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും. എനിക്ക് വലിയ പ്ലാനിങ് ഒന്നും കിട്ടിയിട്ടില്ല ഹോം ഉണ്ടാക്കാൻ. ഞാൻ പെട്ടിക്കൂട് ഉണ്ടാക്കി വെക്കും ലാസ്റ്റ് ഫൈനൽ. പ്ലാനിങ് ഇല്ലാണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടിക്കൂട് ഉണ്ടാക്കി വെക്കും. പെട്ടിക്കൂടിൻ്റെ പെട്ടിക്കൂട് മതിയെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഗൈസ്, ഞാൻ ഇപ്പോൾ പെട്ടിക്കൂട് ഉണ്ടാക്കി വെച്ചോളാം. പക്ഷേ ഇവിടെ ഇത്ര സാൻഡ് ഉണ്ടായിട്ട് എന്നാലും ഞാൻ അന്ന് മറന്നുപോയത് എനിക്കിപ്പോഴും വിഷമമുണ്ട് ഗൈസ്. ഏതെങ്കിലും ദിവസം ഒരു പൊട്ടത്തരം ചെയ്യുന്ന പറഞ്ഞാൽ ശരിയാണ്. എങ്ങോട്ടൊരു വഴി, ഇപ്പം നമുക്ക് മൈനിങ് ഏരിയ സെറ്റ് ചെയ്യണം ഗൈസ്. അതാണ് വേറൊരു അത്യാവശ്യമായിട്ട് ഗൈസ്. മൈനിങ് ഏരിയ ഇല്ലാതെ പറ്റൂല.
അപ്പോൾ ഗൈസ് ഉള്ളത് കൊണ്ട് നമ്മൾ പായും കേട്ടോ. നമുക്ക് പിന്നെ നമ്മുടെ ഫാർമിംഗ് ഒക്കെ തുടങ്ങാം ഗൈസ്. ഫുഡ് ഫാർമൊന്നും തുടങ്ങാതെ ഇനി ഒരു പിടുത്തം കിട്ടൂല ഗൈസ്. കാരണം വെച്ചാൽ നമ്മൾ ഇവിടെ കുറച്ച് ഹേബേലുണ്ടായിരുന്നു. ആ ഹേബേലാണ് ഞാൻ വെട്ടിക്കൊണ്ടുപോയി. പിന്നെ ഇവിടെ നമുക്ക് ഡേറ്റ് വെക്കണം ഗൈസ്. ഈ കോപ്പർ സ്റ്റോണും അതേപോലെ ഇതെന്തായിരുന്നു അതിൻ്റെയൊക്കെ പേര്, ഗ്രാവൽ. ഓക്കെ, ഗ്രാവലും അതേപോലെ ഇവരിറങ്ങി പോകുന്ന തന്നെയാണ് അവിടെ. എന്താ എനിക്ക് ഇവിടെ കാര്യം അതിനെന്തി പോയാ പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിപ്പോൾ എങ്ങനെ തുടങ്ങും എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഓക്കെ, ആദ്യം ഇതൊന്ന് പൊട്ടിക്കുക. പൊട്ടിച്ചോ. 1 2 and 3 പൊട്ടിച്ചോ. നൈസ്. ഞാൻ എന്നാൽ ഇതൊന്ന് സെറ്റാക്കിയിട്ട് വരാം ഗൈസ്. ഗൈസ് ഇത്ര ഞാൻ ചെയ്തു. അപ്പോൾ അടിയിൽ എന്ത് വെക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, അടിയിലും മേലെ. അപ്പോഴാണ് എനിക്കൊരു ചെറിയ ഐഡിയ കിട്ടിയത്. നമുക്ക് കോബിൾ സ്റ്റോണാക്കാൻ പറ്റും. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇവിടെ വെച്ചാലോ എന്നുണ്ട്. ഇവിടെ ലാവുണ്ട്. കോബിൾ സ്റ്റോൺ അവിടെ വെക്കുക. ലാവ എടുക്കാൻ ബക്കറ്റ് എടുത്തില്ല, ബക്കറ്റ് വീട്ടില്ല ടൈസ്. കോബിൾ സ്റ്റോൺ അങ്ങനെ ചെയ്യാൻ പറ്റും. കോബിൾ സ്റ്റോൺ ആക്കാൻ പറ്റും. സ്റ്റോൺ വെച്ചിട്ട് ബ്രിഗ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. സ്റ്റോൺ ബ്രിഗ്. യെസ്, അതന്നെ, അങ്ങനെ തന്നെ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടിയിലൊക്കെ നല്ല ലുക്കായിരിക്കും ടൈസ്. എനിക്കത് ഭയങ്കര ഇഷ്ടം കേട്ടോ. ആ ബ്രിഗിനോട് എനിക്ക് വലിയ താല്പര്യമുള്ള ആളായതുകൊണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പരിപാടി ടൈസ്. അപ്പോൾ ഞാൻ റൂം ചെയ്യുന്നത് നിങ്ങളെ ശരിക്കും കാണിക്കാത്ത എന്താ വെച്ചാൽ, റൂം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഡിസൈനിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ ബ്രീഡിംഗ് ഫാം ചെയ്യേണ്ടത് നിങ്ങളെ കാണിച്ചു തന്നു. ബട്ട് റൂം ഓരോരുത്തരുടെ ഇഷ്ടമായിട്ടായിരിക്കും. ഈ റൂം എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ ലാവ എടുക്കുക, എന്നിട്ട് ഇത് ക്ലിക്ക് ചെയ്യുക, ലാവ ഇതിനകത്ത് വെച്ച് കൊടുക്കുക, ബക്കറ്റ് എടുക്കുക. അപ്പോൾ ലാവ അതിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി അതും കൂടി ചെയ്തിട്ട് വേഗം വരാം കേട്ടാ ഗൈസ്. ഇതാട്ടോ സ്റ്റോൺ ആവുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇനി ഇതെല്ലാം ചെയ്തിട്ട് വരാട്ടാ. ഓ നോ ഗൈസ്, പൊക്കത്ത് നമ്മൾ വേറെ രീതിയിലുള്ള ഡിസൈൻ കൊണ്ടുവരേണ്ടി വരും. കാരണം വെച്ചാൽ എന്നാ ചെയ്യും, നമുക്ക് എന്തായാലും ഡേറ്റ് വെക്കാം ഗൈസ്. അത് കഴിഞ്ഞിട്ട് എന്നാ ചെയ്യുന്ന ആലോചിക്കാം. ഞാൻ ഡേറ്റ് വെച്ചോളാം. ഓക്കെ ഗൈസ്, ബ്രിഗ് കിട്ടി, സ്റ്റോൺ ബ്രിഗ് ഗൈസ്. ഇതെടുക്കുക, ഇതിൻ്റെ സ്ലാബ് കിട്ടും ഗൈസ്. നമുക്ക് എന്താ പറയുക, ഒപ്പിക്ക പരിപാടി അത് തന്നെ. സ്ലാബ് ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോക്കാം ഗൈസ്. സോ ഗൈസ്, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. കുഴപ്പമില്ല, എനിക്ക് അവരവരൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ശരിയാവാത്തൊരു ഫീലിങ്. പോട്ടൂലി നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാം. ബാക്കിയെല്ലാം രസമായോ നോക്കുക. പിന്നെ നമ്മളിവിടെ ഇങ്ങനെ ഒരു എടുക്കുകൊണ്ടെന്ന് എന്തിനാണെന്ന് മനസ്സിലായവർ കമൻറ്റ് ചെയ്യുക. അല്ലാത്തവർക്ക് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ചെറിയ ക്ലൂ വരാൻ ഇവിടെ ഒരു ഓട്ട ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ക്ലൂ മാത്രമേ ഞാൻ തരുള്ളൂ. ഓക്കെ, പറ്റുന്നവർ കണ്ടെത്തുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാൻ. അതുവരെ ഗുഡ് ബൈ.